2025 ഏപ്രിൽ 21 ഏതൊരു അവധി ദിവസത്തിന്റെയും പിറ്റേന്ന് എല്ലാവരെയും സ്വാഭാവികമായി പിടികൂടുന്ന ആലസ്യത്തിൽ നിന്ന് റോമാ നഗരം അന്ന് പൂർണ്ണമായും വിട്ടുമാറിയിരുന്നില്ല. പ്രത്യേകിച്ച് കടന്നുപോയത് സാധാരണ ഒരു ദിനമായിരുന്നില്ലല്ലോ. കാരണം ഏപ്രിൽ 20 ഈസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ ആഘോഷങ്ങളുടെ മയക്കത്തിൽ നിന്ന് റോം പതുക്കെ വിട്ടുണരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു നിമിഷത്തിലാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിലാപമണികൾ മുഴങ്ങി തുടങ്ങിയത്. ഒരു തവണയല്ല, 88 തവണ. ആ മണിമുഴക്കം കേട്ടതും വിശ്വാസികൾ വേദനയോടെ ആ സത്യം തിരിച്ചറിഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നു. തെല്ലും വൈകാതെ റോമിൽ നിന്ന് ആ വാർത്ത പുറത്തേക്ക് ഒഴുകിയിറങ്ങി. ശോകമുഖമായ ഒരു സംഗീതം പോലെയായിരുന്നു. വത്തിക്കാനിലെ കർദിനാൾ കെവിൻ ഫാരലിന്റെ വാക്കുകളിലൂടെ ലോകം ആ സത്യമറിഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനിയില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർദിനാൾ കെവിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ലോകം കേട്ടത്. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ മരണം വളരെ ദുഃഖത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാവിലെ ഇറ്റാലിയൻ സമയം 7:35 റോമിന്റെ മെത്രാൻ ഫ്രാൻസിസ് പാപ്പ നിത്യപിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി. കർത്താവിന്റെയും അവന്റെ സഭയുടെയും സേവനത്തിനായി അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിച്ചു. സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ വിശ്വസ്തയോടും ധൈര്യത്തോടും സാർവത്രിക സ്നേഹത്തോടും കൂടി പ്രത്യേകമായി ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേർന്നുകൊണ്ട് ജീവിക്കാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. കർത്താവായ യേശുവിന്റെ യഥാർത്ഥ ശിഷ്യനെന്ന നിലയിൽ അദ്ദേഹം നൽകിയ മാതൃകയ്ക്ക് അതിയായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പാപ്പയുടെ ആത്മാവിനെ ഏകനും തൃത്വവുമായ ദൈവത്തിന്റെ അനന്തമായ കരുണാമയ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ആ വാക്കുകൾ കേട്ട് ലോകമൊന്നാകെ നടുങ്ങി. അവർക്കത് വിശ്വസിക്കാനേ സാധിച്ചില്ല. കാരണം ഒരു മാസം മുമ്പായിരുന്നു ഈ വാർത്ത കേട്ടതെങ്കിൽ അവർക്കത് വലിയൊരു ആഘാതമാകുമായിരുന്നില്ല. ഫെബ്രുവരി 14 മുതൽ മാർച്ച് 23 വരെ മരണത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപാലത്തിലൂടെ പാപ്പ സഞ്ചരിച്ചത് ലോകം കണ്ടതായിരുന്നു. ലോകം മുഴുവനും പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലുമായിരുന്നു. ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയതുപോലെയായിരുന്നു പാപ്പ രോഗവിമുക്തനായതും സാന്താ മാർത്തയിലേക്ക് തിരികെ എത്തിയത്. പൂർണ്ണ ആരോഗ്യവാനായി മാറിയില്ലെങ്കിലും രോഗങ്ങളെ അതിജീവിച്ച് സാവധാനമാണെങ്കിലും മാർപ്പാപ്പ ജീവിതം തിരികെ പിടിക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. അതിന്റെ സൂചനകളായിരുന്നു ഓശാന ഞായറും പെസഹ വ്യാഴവും ഈസ്റ്റർ ഞായറുമെല്ലാം. അങ്ങനെയിരിക്കെ പെട്ടെന്ന് എന്താണ് പാപ്പയ്ക്ക് സംഭവിച്ചത്? ആ ചോദ്യമായിരുന്നു ഒരു നടുക്കമായി ലോകത്തെ ചൂഴ്ന്നു നിന്നത്. ഷെക്കേന ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതവും മരണവും സമ്മാനിച്ച ചില വിസ്മയങ്ങളിലേക്കാണ്. എല്ലാ പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാറ്റിന്റെയും തുടക്കം 2013 ഫെബ്രുവരി 28 ജോൺ പോൾ രണ്ടാമന് ശേഷം പത്രോസിന്റെ സിംഹാസനത്തിലെത്തിയ ബെനഡിക്റ്റ് 16 തന്റെ സ്ഥാന ത്യാഗം പ്രഖ്യാപിച്ച ദിവസമായിരുന്നു അത്. അസാധാരണമായിട്ടെന്തോ കേട്ടതുപോലെ ലോകം മുഴുവൻ ആ വാർത്ത കേട്ട് തരിച്ചു നിന്നുപോയി. ആധുനിക യുഗത്തിൽ ഒരു പാപ്പയും ബെനഡിക്റ്റ് 16 പോലെ സ്ഥാന ത്യാഗം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാർപ്പാപ്പ പദവിയിലിരിക്കെ ദിവംഗതനാകുന്നതിലൂടെ മറ്റൊരു പിൻഗാമിയെ കണ്ടെത്തുകയായിരുന്നു അതുവരെയുള്ള കത്തോലിക്ക സഭയുടെ ചരിത്രം. ആ ചരിത്രമാണ് അപ്പോൾ തിരുത്തി എഴുതേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വോട്ടവകാശമുള്ള 117 കർദിനാൾമാർ വത്തിക്കാനിൽ ഒത്തുചേർന്നു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ. ആരാണ് ഈ ജോർജ് മാരിയോ ബർഗോളിയോ? ഇനി അത് പറയാം. 1936 ഡിസംബർ 17 മാരിയോ ഗ്യൂസപ്പോ ബർഗോളിയോടെയും റജീന മരിയോ സിവേറിയോടെയും 5 മക്കളിൽ മൂത്ത മകനായിട്ടായിരുന്നു ജോർജ് മാരിയോ ബർഗോളിയോയുടെ ജനനം. ജോർജ് സാത്താനെതിരെ പോരാടിയ വിശുദ്ധന്റെ പേരാണെന്ന് നമുക്കറിയാം. എന്നാൽ മാരിയോയോ പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കുന്ന
മരിയ ശബ്ദത്തിൻ്റെ പുരുഷ ശബ്ദമാണ് മാരിയോ. ഒരേ സമയം വില്ലാളിയായ യോദ്ധാവിനെയും പരമ പരിശുദ്ധയായ കന്യകാമറിയത്തെയും വ്യക്തിത്വത്തിൻ്റെ ഇരുഭാഗങ്ങളിലായി അലങ്കരിച്ച വ്യക്തിയായിരുന്നു ജോർജ് മാരിയോ ബർഗോളിയോ. 21-ാം വയസ്സിൽ ഗുരുതരമായ ശ്വാസകോശ രോഗം ജോർജിനെ പിടികൂടി. അതിൻ്റെ ഫലമായി ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്യേണ്ടതായി വന്നു. എന്തായാലും ഈ സംഭവം ജോർജിൻ്റെ ജീവിതത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചു വിടുകയായിരുന്നുവെന്ന് വിചാരിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അല്പം വൈകിയുള്ള ദൈവവിളിക്ക് ഉത്തരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഈശോ സഭ സെമിനാരിയിൽ ചേർന്നത് ഇതേ തുടർന്നാണ്. ഈശോ സഭയിൽ ചേരുന്നതിന് മുമ്പ് മറ്റ് നിരവധി ജോലികളും ജോർജ് ചെയ്തിരുന്നു. നൈറ്റ് ക്ലബ്ബ് ബൗൺസർ, കെമിക്കൽ ടെക്നീഷ്യൻ എന്നിവയെല്ലാം അവയിൽ ചിലതു മാത്രമായിരുന്നു. ഫുട്ബോളിൻ്റെ കറകളഞ്ഞ ആരാധകനും കൂടിയായിരുന്നു ജോർജ്. ബ്യൂണസ് അയേഴ്സിലെ സാൻ ലോറൻസോ ക്ലബിൻ്റെ അനുഭാവിയായിരുന്നു ജോർജ്. ഇങ്ങനെയെല്ലാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ ഈ വഴികളെ വിട്ടുപേക്ഷിച്ച് ഒരു പുരോഹിതനാകാൻ ജോർജ് തീരുമാനിച്ചത്? അതിനു മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പുരോഹിതനുമായുള്ള സംസാരവും അദ്ദേഹത്തിൻ്റെ പക്കലുള്ള കുമ്പസാരവുമാണ് തൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചതെന്ന് ജോർജ് മാരിയോ ബർഗോളിയോ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും 1958 മാർച്ച് 11 ജോർജ് ഈശോ സഭയിൽ അംഗമായി. 1969 ഡിസംബർ 13 വൈദികനുമായി. ഈശോ സഭയുടെ ഉറുഗ്വായ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സെമിനാരി റെക്ടർ എന്നീ നിലകളിൽ സ്തുത്യർഹമായി സേവനം ചെയ്ത കാലത്തെക്കുറിച്ചും അദ്ദേഹം പിന്നീട് സത്യസന്ധമായി രേഖപ്പെടുത്തിയത് ഇപ്രകാരമായിരുന്നു: ഈശോ സഭയുടെ സുപ്പീരിയർ എന്ന നിലയിൽ തുടക്കത്തിൽ എനിക്ക് പല പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഉപദേശം ആരായുന്നത് അത്ര ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. അതൊരു നല്ല സംഗതിയായിരുന്നില്ല. സുപ്പീരിയർ ആകുമ്പോൾ ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, വെറും 36 വയസ്സ്. അതൊരു ആവേശമായിരുന്നു. പല ബുദ്ധിമുട്ടുകളുമുള്ള സാഹചര്യങ്ങളും എനിക്ക് ഡീൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതോറിറ്റേറിയനിസവും തിടുക്കത്തിലുള്ള തീരുമാനമെടുക്കലും എന്നെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് നയിച്ചത്. സ്വന്തം പിഴവുകൾ തിരിച്ചറിയാനും അത് ഏറ്റുപറയാനും സന്നദ്ധതയുള്ള ഒരു വ്യക്തിയെയാണ് നാം ഇവിടെ കാണുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഫാദർ ജോർജ് മാരിയോ ബെർഗോളിയെ തേടി ഇടയൻ്റെ ആദ്യ നിയോഗമെത്തിയത്. 1992 അത്. ബ്യൂണസ് അയേഴ്സിൻ്റെ സഹായമെത്രാൻ എന്ന പദവിയായിരുന്നു അത്. പിന്നീട് അതേ രൂപതയുടെ ആർച്ച് ബിഷപ്പുമായി. വൈകാതെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർദിനാൾ പദവി നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. സഹായമെത്രാൻ, ആർച്ച് ബിഷപ്പ് ഉത്തരവാദിത്വങ്ങളും കർദിനാൾ പദവിയും ഒന്നും അദ്ദേഹത്തെ തെല്ലും ബാഹ്യമായി സ്വാധീനിച്ചില്ല എന്നതാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരെ പോലും ഒന്നുപോലെ അത്ഭുതപ്പെടുത്തിയത്. കർദിനാളായപ്പോഴും കർദിനാളിൻ്റെതായ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് പാവപ്പെട്ടവരോടൊപ്പം ജീവിച്ച് അവർക്കൊപ്പം പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്തും സ്വയം ഭക്ഷണം പാകം ചെയ്തും സ്വന്തം ബാഗ് വഹിച്ചും വെറും സാധാരണക്കാരനെ പോലെയാണ് കർദിനാൾ ബർഗോളിയോ ജീവിച്ചത്. ഈ ബെർഗോളിയോയാണ് ആഗോള കത്തോലിക്ക സഭയിലെ 266-ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാൻ വത്തിക്കാനിൽ 2013 മാർച്ചിൽ വന്നിറങ്ങിയത്. പതിവ് പോലെ സ്വന്തം ബാഗ് കയ്യിൽ പിടിച്ച് വെറും സാധാരണക്കാരനായ അദ്ദേഹം സിസ്റ്റൈൻ ചാപ്പലിലെ ഹാളിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ബാഗിൽ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റും ഉണ്ടായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് നടന്ന കോൺക്ലേവിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയ്ക്കൊപ്പം അവസാന റൗണ്ട് വരെ എത്തുകയും എനിക്ക് വേണ്ടി ആരും വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ് പിൻവാങ്ങുകയും ചെയ്ത ചരിത്രം കൂടി ഉണ്ടായിരുന്നു കർദിനാൾ ബെർഗോളിയോയ്ക്ക്. സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയർന്നതോടെ വത്തിക്കാനിൽ തമ്പടിച്ചിരുന്ന മാധ്യമപ്രവർത്തകരുടെ ആകാംക്ഷ വർദ്ധിച്ചു. ആരായിരിക്കും പുതിയ പാപ്പ? ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കർദിനാൾ ഡീക്കൻ ആ സന്തോഷ വാർത്ത ലോകത്തെ അറിയിച്ചു: നമുക്കൊരു പാപ്പയുണ്ട്. വത്തിക്കാന്റെ സിംഹാസനം ശൂന്യമായിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായിരിക്കുന്നുവെന്ന സന്തോഷ വർത്തമാനം തന്നെയായിരുന്നു അത്. അപ്പോൾ പുതിയ മാർപ്പാപ്പ പ്രത്യക്ഷപ്പെട്ടു. അത് കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ ആയിരുന്നു. പുതിയ മാർപ്പാപ്പയുടെ പേര് കേട്ട് ലോകം നടുങ്ങി. ഫ്രാൻസിസ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മാർപ്പാപ്പയും സ്വീകരിച്ചിട്ടില്ലാത്ത പേര്. ഈശോ സഭാംഗമായതുകൊണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ സുഹൃത്തും ഈശോ സഭ സഹസ്ഥാപകനുമായ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പേരായിരിക്കും അതെന്ന നിഗമനത്തിലാണ് എല്ലാവരും എത്തിയത്. പക്ഷേ അവിടെയും ഒരു തിരുത്തു വന്നു. അല്ല,
അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തന്നെ. സാന്റാമിയാനോയിലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ദേവാലയത്തെ ഒരു കൈകൊണ്ട് താങ്ങി നിർത്തിയതായി ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട, ദാരിദ്ര്യത്തെ ജീവിതപ്രദമായി സ്വീകരിച്ച, രണ്ടാം ക്രിസ്തുവെന്നറിയപ്പെട്ട പഞ്ചക്ഷതധാരിയായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേരാണോ പുതിയ പാപ്പ സ്വീകരിച്ചിരിക്കുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിനു മുമ്പിൽ ഒരു നടുക്കവും അത്ഭുതവും വിസ്മയവുമായി മാറിയ ആദ്യ നിമിഷം അതായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിന്നീടുള്ള ഓരോ നീക്കങ്ങളും ഇടപെടലുകളും സമീപനങ്ങളും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. യൂറോപ്പിന് വെളിയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ, ലാറ്റിൻ അമേരിക്കക്കാരനായ ആദ്യത്തെ പാപ്പ, ഒരു സന്യാസ സഭയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ. പ്രത്യേകതകൾ ഏറെ ഉണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക്. സാധാരണയായി പാപ്പാമാർ വിശ്വാസികളെ ആശീർവദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് പതിവ്. പക്ഷേ ആദ്യ പ്രത്യക്ഷപ്പെടലിൽ തന്നെ വിശ്വാസികളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചും തന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തുടക്കം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ 12 വർഷങ്ങളിലും പ്രതിഫലിച്ചിരുന്നു. Sembra che i miei fratelli cardinali sono andati a prenderlo quasi alla fine del mondo. കാലങ്ങളായി മാർപ്പാപ്പമാർ താമസിക്കുന്ന അപ്പോസ്തലിക് പാലസിൽ താമസിക്കാതെ സാന്താ മാർത്തയിൽ കഴിയാനുള്ള ആഗ്രഹം നടപ്പാക്കിയതും വിശ്വാസി സമൂഹത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു. അതുവരെ താൻ ധരിച്ചു പോന്നിരുന്ന വെള്ളി കുരിശുമാലയും കറുത്ത ഷൂസുമാണ് മാർപ്പാപ്പമാർ സ്ഥിരമായി ധരിക്കാറുള്ള ചുവന്ന ഷൂസിനും സ്വർണ്ണ കുരിശിനും മാലയ്ക്കും പകരം ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനം വരെ ധരിച്ചിരുന്നത്. എൻ്റെ ജീവിതം പിന്നെയും ബഹളമയമായി. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. കർത്താവ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്കത് അനുഭവമായിരുന്നു. പാപ്പാ സ്ഥാനത്തേക്ക് ദൈവപിതാവ് എന്നെ പ്രതീക്ഷിച്ചിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട കർദിനാൾമാർ സഭയെയും ദൈവജനത്തെയും സേവിക്കാനായി എന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. എൻ്റെ പുതിയ ചുമതലകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ കർത്താവ് എനിക്കൊപ്പം സഞ്ചരിച്ചു എന്നാണ് ഞാൻ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരിച്ചത്. ഓരോ കാലഘട്ടത്തിനും അത് ആവശ്യപ്പെടുന്നതും അർഹിക്കുന്നതുമായ പ്രവാചകന്മാരെയാണ് ദൈവം അവരുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്രകാരം ഒരു ചരിത്ര നിയോഗവുമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ഇടയിലേക്ക് വന്നത്. കരുണ പറ്റിയതും സ്വാർത്ഥത മുറ്റിയതുമായ ഒരു വർത്തമാന കാലത്തിൽ സ്നേഹത്തിൻ്റെ സുവിശേഷവും കരുണയുടെ സംഗീതവുമാണ് അദ്ദേഹം പകർന്നു നൽകിയത്. പല പല കാരണങ്ങൾ കൊണ്ട് വിഭജിതമാക്കപ്പെട്ടുകൊണ്ടിരുന്ന സമൂഹത്തിലും സഭയിലും മതിലുകൾ പണിയുന്നതിൻ്റെ തിരക്കിലായിരുന്നവരോട് പാപ്പ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചത് മതിലുകളല്ല, പാലങ്ങളാണ് നമുക്ക് വേണ്ടതെന്നായിരുന്നു. അതുവരെ സഭയിൽ മുഴുകിക്കേട്ടുകൊണ്ടിരുന്ന സ്വരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശബ്ദം. ആ ശബ്ദം സഭയുടെ അകത്തലങ്ങളിൽ പലതരത്തിലും പ്രതിധ്വനിച്ചു. സഭയിൽ സ്ത്രീകളുടെ സ്ഥാനം അടയാളപ്പെടുത്തുകയും അവരെ ആദരിക്കുകയും ചെയ്യണമെന്ന പാപ്പായുടെ തീരുമാനത്തിന്റെ ഫലമായിരുന്നു വത്തിക്കാന്റെ ഉന്നത പദവികളിൽ ആദ്യമായി സ്ത്രീകളെ നിയമിച്ചത്. റോമൻ കൂരിയായുടെ ഭാഗമായ ഡിക്കാസ്റ്ററിയുടെ അധ്യക്ഷ സ്ഥാനത്തും മെത്രാൻമാർക്കുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയിലും പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ സെക്രട്ടറി സ്ഥാനത്തും വത്തിക്കാന്റെ നയതന്ത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലും സ്ത്രീകൾ കടന്നു വന്നത് അങ്ങനെയായിരുന്നു. സ്ത്രീകളോടുള്ള പാപ്പായുടെ ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ആദ്യത്തെ തെളിവ് പാപ്പായുടെ 2013 ആദ്യ പെസഹാ ദിനത്തിൽ തന്നെ ലോകം കണ്ടിരുന്നു. പരമ്പരാഗതമായി കാലുകഴുകൽ ശുശ്രൂഷയിൽ പുരുഷന്മാരെയാണ് പങ്കെടുപ്പിച്ചിരുന്നതെങ്കിൽ ആ കീഴ്വഴക്കങ്ങളെ പുതുക്കിപ്പണിതുകൊണ്ട് അന്നേ ദിവസം പാപ്പ കാല് കഴിയവരിൽ 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. ലോകത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഞെട്ടിച്ച മറ്റൊരു കാര്യമായിരുന്നു അത്. റോമിലെ ജയിലിലായിരുന്നു പാപ്പ പെസഹ ആചരിച്ചിരുന്നത്. അന്നത്തെ തിരുക്കർമ്മങ്ങളിൽ ഭാഗഭാക്കാകാൻ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതിനിധികളെയാണ് പാപ്പ തിരഞ്ഞെടുത്തത്. ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു പ്രവൃത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്നും ലോകം കണ്ടത് 2019 ഏപ്രിൽ 15 സംഘർഷഭൂമിയായ ദക്ഷിണ സുഡാനിലെ രാഷ്ട്രീയ നേതാക്കളുടെ പാദങ്ങൾ അപ്രതീക്ഷിതമായി പാപ്പ ചുംബിച്ച നിമിഷമായിരുന്നു അത്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പും ഫ്രാൻസിസ് മാർപ്പാപ്പയും നയിച്ച എക്യുമെനിക്കൽ ആത്മീയ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ടായിരുന്നു ദക്ഷിണ സുഡാൻ നേതാക്കൾ വത്തിക്കാനിലെത്തിയത്. 2 ദിവസത്തെ ധ്യാനത്തിനൊടുവിലായിരുന്നു പാപ്പയുടെ അഭൂതപൂർവമായ എളിമയുടെ ആ പ്രവൃത്തി.
പാപ്പ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് അപേക്ഷിച്ചത് ഇത്രമാത്രം: സമാധാന കരാറിൽ ഒപ്പുവെച്ച നിങ്ങളോട് ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ അപേക്ഷിക്കുന്നു, സമാധാനത്തിൽ തുടരുക. ഞാൻ നിങ്ങളോട് എൻ്റെ ഹൃദയം കൊണ്ട് അപേക്ഷിക്കുന്നു, നമുക്ക് മുന്നോട്ട് പോകാം. നിരവധി പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ അവ നമ്മെ മറികടക്കുകയില്ല. മുന്നോട്ട് പോകുക, മുന്നോട്ട് പോകുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ എന്ന തിരുവചനത്തിന്റെ പൂർത്തീകരണം സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തിന് മാതൃകയായി സമർപ്പിച്ച ഒരു വ്യക്തിയെയാണ് അതിലൂടെ ലോകത്തിന് കാണാൻ സാധിച്ചത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്തതും ചുംബിച്ചതും ചരിത്രം. അതുപോലൊരു ചരിത്രം വത്തിക്കാനിലും ആവർത്തിക്കപ്പെട്ടു. പൊതുദർശന വേളയിൽ ഫ്രാൻസിസ് പാപ്പായുടെ നോട്ടം അയാളിലെത്തി. വിനീസിയോ റിവ എന്ന 53-കാരനിൽ ന്യൂറോഫൈബ്രോമറ്റോസിസ് എന്ന കഠിനമായ ത്വക്കുരോഗം ബാധിച്ച വ്യക്തിയായിരുന്നു അയാൾ. ആരും അടുത്തു നിൽക്കാൻ പോലും മടി കാണിക്കുന്ന വിധത്തിൽ അയാളുടെ ശരീരം വിരൂപമായിരുന്നു. പക്ഷേ ഫ്രാൻസിസ് പാപ്പ അയാളെ ആശ്ലേഷിച്ചു. ക്യാമറ കണ്ണുകളിലൂടെ ലോകം ആ ദൃശ്യം കണ്ടു. ഇതെന്തൊരു പാപ്പ എന്ന് ലോകം വീണ്ടും നടുങ്ങി. ഒരു നിമിഷം മാത്രമേ ആ സ്പർശനം ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ആ 53-കാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസ്മരണീയമായ നിമിഷമായി അത് മാറുകയായിരുന്നു. ഞാൻ സ്വർഗത്തിലാണെന്ന് എനിക്ക് തോന്നി, എൻ്റെ എല്ലാ സങ്കടവും ഇല്ലാതായിരിക്കുന്നുവെന്നാണ് അയാളുടെ പ്രതികരണമുണ്ടായത്. ലോകം മുഴുവൻ അടഞ്ഞുകിടന്ന കോവിഡ് കാലമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ സവിശേഷമായ രീതിയിൽ അടയാളപ്പെടുത്തിയ മറ്റൊരു സംഭവം. ആളും ആരവങ്ങളും നിറഞ്ഞു നിന്നിരുന്ന സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ അന്നേ ദിവസങ്ങളിൽ നിശബ്ദമായിരുന്നു. പേടിപ്പെടുത്തുന്ന വിധത്തിലുള്ള നിശബ്ദത. ആ നിശബ്ദതയെ ഭേദിച്ചത് ലോകത്തിനു വേണ്ടി പാപ്പ സമർപ്പിച്ച പ്രാർത്ഥനകളും ദിവ്യബലികളും ആരാധനകളും മാത്രമായിരുന്നു. അന്ന് ലോകത്തെ താങ്ങി നിർത്തിയത് പാപ്പായുടെ പ്രത്യാശ നിറഞ്ഞ വാക്കുകളായിരുന്നു. ഭയപ്പെടരുത്, ഭയപ്പെടരുത്, പ്രത്യാശയുള്ളവരായിരിക്കുക. പ്രത്യാശയുടെ ആ സന്ദേശവാഹകൻ എപ്പോഴും പറയാറുള്ളത് കോവിഡ് കാലത്ത് കൂടുതൽ തീക്ഷ്ണമായും ആവേശഭരിതമായും ആവർത്തിച്ചുകൊണ്ടിരുന്നു. 2020 മാർച്ച് 27 വെള്ളിയാഴ്ച വത്തിക്കാനിലെ ആളൊഴിഞ്ഞ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ നടന്നു നീങ്ങുന്ന കാഴ്ച ആരെയാണ് സ്പർശിക്കാത്തതായുള്ളത്? പകർച്ചവ്യാധിയുടെ കാലത്തെ അസാധാരണമായ പ്രാർത്ഥനയെന്നാണ് പാപ്പ നടത്തിയ പ്രാർത്ഥനാ ശുശ്രൂഷയെ വത്തിക്കാൻ വിശേഷിപ്പിച്ചത്. പല രീതിയിലുള്ള വ്യത്യസ്തതകൾ കൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും വിസ്മയവും അതിശയവുമായ പോപ്പ് ഫ്രാൻസിസ് മരണാനന്തര ചടങ്ങുകളുടെ പേരിലും അത്ഭുതം അവശേഷിപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. പത്രോസിന്റെ പിൻഗാമികളെല്ലാം അന്തിയുറങ്ങുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാകുമ്പോൾ സെന്റ് മേരി മേജർ ബസിലിക്കയിലെ പൗളിൻ ചാപ്പലിനും ഫോർട്സ് ചാപ്പലിനും നടുവിലായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവകുടീരം. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ ആണ് വത്തിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത്. മൃതസംസ്കാരത്തിനുള്ള ചെലവ് ഇതുവരെയും പേര് വെളിപ്പെടുത്താത്ത ഒരു ഉപകാരിയായിരിക്കും നിർവഹിക്കുന്നത്. ശവകുടീരത്തിൽ ഫ്രാൻസിസ്കോസ് എന്ന പേരല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുകയുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിന് ശേഷവും ലാളിത്യം അടയാളമുദ്രയാക്കിയ ഈ പച്ച മനുഷ്യൻ ആരെയാണ് ഞെട്ടിക്കാത്തതായിരുന്നത്? അഭയാർത്ഥി പ്രശ്നം പാപ്പായുടെ എന്നത്തെയും ഹൃദയത്തിലെ നീറുന്ന വേദനയായിരുന്നു. സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളുടെ ഇരകളായി സ്വന്തം വീടും നാടും വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന നിസ്സഹായരായ ജീവിതങ്ങളെ കാണുമ്പോഴെല്ലാം സ്വന്തം മാതാപിതാക്കളെയും സ്വന്തം ജീവിതത്തെയും തന്നെയാണ് പാപ്പ കണ്ടത്. കാരണം ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് തൻ്റെ പാപ്പാ കാലത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ പൂർണ്ണ മനസ്സോടെ ഇടപെടുവാൻ പോപ്പ് ഫ്രാൻസിസ് തയ്യാറായിരുന്നു. സഭ ഒരു സൈനിക ആശുപത്രി, ആടുകളുടെ മണമുള്ള ഇടയൻ, അലക്കുകാരുടെ അടുക്കിലേക്ക് പോകുന്നത് പോലെ കുമ്പസാരത്തിന് നീ പോകരുത് എന്നിങ്ങനെ എത്രയെത്ര പ്രയോഗങ്ങളും ഹൃദയസ്പർശിയായ വാക്കുകളും കൊണ്ടാണ് പാപ്പ നമ്മുടെ ഹൃദയങ്ങളിൽ സുഗന്ധം പരത്തിയിരിക്കുന്നത്. 88-ാം വയസ്സിൽ വിടവാങ്ങുമ്പോൾ പുതിയ പല റെക്കോർഡുകളും തിരുത്തിയും ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ നടുക്കിയിട്ടുണ്ട്. 93-ാം വയസ്സിൽ കാലം ചെയ്ത ലിയോ 13 മാർപ്പാപ്പയ്ക്ക് ശേഷം പദവിയിൽ ഇരിക്കെ കാലം ചെയ്ത പാപ്പാമാരിൽ കാലദൈർഘ്യം കൊണ്ട് 2ാം സ്ഥാനക്കാരൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 88-ാം വയസ്സിലാണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞത്. ഈ പ്രായത്തിലും
4,65,000 കിലോമീറ്ററുകളിലേറെയാണ് 12 വർഷത്തിനുള്ളിൽ പാപ്പ യാത്ര ചെയ്തത്. മുൻഗാമികൾ പോകാത്ത പല രാജ്യങ്ങളും അദ്ദേഹം ഇക്കാലയളവിൽ സന്ദർശിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ വിശുദ്ധ പ്രഖ്യാപനം നടത്തിയതിൻ്റെ നിലവിലുള്ള റെക്കോർഡ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്കായിരുന്നു. എന്നാൽ പോപ്പ് ഫ്രാൻസിസിലെത്തുമ്പോൾ ആ റെക്കോർഡും പഴങ്കഥയായി. 12 വർഷത്തിനിടയിൽ 942 പേരെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അൾത്താരയിലേക്ക് ഉയർത്തിയത്. അതിൽ കേരള സഭയ്ക്ക് അഭിമാനമായി വിശുദ്ധ ചാവറയച്ചനും ഏവുപ്രാസമ്മയും മറിയം ത്രേസ്യയും ഉൾപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ 3 മുൻഗാമികളെ ജോൺ 23-ാമൻ, പോൾ 6-ാമൻ, ജോൺ പോൾ 2-ാമൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള ഭാഗ്യവും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുണ്ടായി. മരണത്തിലേക്കുള്ള യാത്രയുടെ ആദ്യ സൂചനകൾ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ലഭിച്ചു തുടങ്ങിയത് 2025 ഫെബ്രുവരി തുടക്കം മുതൽക്കായിരുന്നു. ഫെബ്രുവരി 14-ന് റോമിലെ ജെമില്ലി ഹോസ്പിറ്റലിൽ പാപ്പ പ്രവേശിപ്പിക്കപ്പെട്ടു. മരണവും ജീവിതവും തമ്മിൽ ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരുന്ന ദിവസങ്ങളായിരുന്നു അത്. പലതവണ പാപ്പയുടെ രോഗം മൂർച്ഛിച്ചു. അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ഒരു ഘട്ടത്തിൽ ചികിത്സകൾ നിർത്തിവെച്ച് അദ്ദേഹത്തെ സമാധാനത്തിൽ പറഞ്ഞയച്ചാലോ എന്ന വിധത്തിലുള്ള ചിന്തകൾ പോലും മെഡിക്കൽ സംഘത്തിനുണ്ടായി. എന്നിട്ടും പ്രാർത്ഥനകൾ ചിറകുവിടർത്തി പറന്നപ്പോൾ ആ ജ്ഞാനവൃദ്ധന്റെ ശരീരത്തിലേക്ക് വീണ്ടും പ്രാണന്റെ പ്രകാശകിരണങ്ങൾ പ്രവേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടതും സാന്താ മാർത്തി എന്ന തൻ്റെ ഇഷ്ട സങ്കേതത്തിലേക്ക് മടങ്ങിയതും. പിച്ച വെച്ച് തുടങ്ങുന്ന കുഞ്ഞിനെ പോലെ 2ാം ജീവിതത്തിലേക്ക് പാപ്പ മടങ്ങിയെത്തുന്നതിൻ്റെ സൂചനകൾക്കും ലോകം സാക്ഷ്യം വഹിച്ചു. ശാരീരിക പരിമിതികൾക്കും രോഗത്തിൻ്റെ അസ്വസ്ഥതകൾക്കുമിടയിൽ ഓശാന ഞായറാഴ്ച വിശ്വാസികളെ കാണുവാനും പെസഹ ദിനത്തിൽ റോമിലെ ജയിൽ സന്ദർശിക്കാനും പാപ്പ തയ്യാറായി. റോമിനും ലോകത്തിനും വേണ്ടിയുള്ള സന്ദേശം ഈസ്റ്റർ ദിനത്തിലും നൽകി. പാപ്പ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈസ്റ്റർ പിറ്റേന്ന് രാവിലെ 7:35-ന് പാപ്പ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. പക്ഷാഘാതവും ഹൃദയസ്തംഭനവുമായിരുന്നു മരണകാരണം. പക്ഷാഘാതത്തെ തുടർന്ന് കോമയിലായ പാപ്പയ്ക്ക് പെട്ടെന്ന് തന്നെ ഹൃദയസ്തംഭനവും ഉണ്ടായി. വത്തിക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് ഡയറക്ടർ പ്രൊഫസർ ആൻഡ്രിയ ആർക്കഞ്ചലി മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും കാമർലങ്കോ കർദിനാൾ കെവിൻ ഫാരൽ ആ മരണം ലോകത്തെ അറിയിക്കുകയുമായിരുന്നു. കർദിനാൾ ആഞ്ചലോ സ്കോളയുടെ പുസ്തകത്തിന് മാർപ്പാപ്പ എഴുതിയ അവതാരക കുറിപ്പ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിറ്റേന്നാണ് വത്തിക്കാൻ പുറത്തുവിട്ടത്. പ്രായമാകുന്നതിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പാപ്പ തൻ്റെ കാഴ്ചപ്പാടുകൾ ആ കുറിപ്പിൽ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രായമാകുന്നതിനെ ഓർത്ത് നാം ഒരിക്കലും ഭയപ്പെടരുത്. കാരണം ജീവിതം എപ്പോഴും ജീവിതമാണ്. പാപ്പ മറ്റൊരു ഭാഗത്ത് എഴുതുന്നത് പ്രകാരമാണ്. അതുകൊണ്ടാണ് ഇതൊരു പുതിയ തുടക്കമാകുന്നത്. കാരണം നമ്മൾ ഇതുവരെ പൂർണ്ണമായി ജീവിച്ചിട്ടില്ലാത്ത ഒന്നിൽ ജീവിക്കും, നിത്യത. അതെ, ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിലേക്കുള്ള ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹം പൂർണ്ണമായും ദൈവത്തോടു കൂടിയായിത്തീരും. അതോടൊപ്പം എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് മുന്നിൽ നൽകുന്ന വെല്ലുവിളി എന്നതുകൂടി ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് എവിടെയൊക്കെയോ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ജീവജലത്തിൻ്റെ ഉറവകൾ വിട്ടുപേക്ഷിച്ച് നാം പൊട്ടക്കിണറുകളെ തേടിപ്പോയിട്ടുണ്ട്. ആദ്യ സ്നേഹത്തിൽ നിന്ന് നാം ഓടിയകന്നിട്ടുണ്ട്. ഒരു തിരിച്ചുവരവിൻ്റെ സമയമാണിത്. കൂടുതൽ സ്നേഹത്തോടും കരുണയോടും സാഹോദര്യത്തോടും കൂടി നമുക്ക് ജീവിക്കാം. ഒരു ആന്തരിക നവീകരണത്തിനും പരിണാമത്തിനും നമുക്ക് സ്വയം പുതുക്കിപ്പണിയാം. അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതവും ദർശനവും നമുക്ക് പ്രേരണയായി മാറട്ടെ.